ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വിറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഒരു ഇലക്കറിയാണ്. അപ്പോൾ നമ്മുടെ കണ്ണിനും സ്കിന്നിനും ഒക്കെ ഒരുപോലെ നല്ല പോഷകസമൃദ്ധമായ ഒരു ഇലക്കറിയായ നമ്മുടെ ചായമൻസിയാണ് നമ്മളിന്ന് തോരൻ വെക്കുന്നത്. അപ്പോൾ അധികാർക്ക് അറിയാത്തൊരു ചെടിയാണിത്. അപ്പോൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുമ്പോൾ നമ്മുടെ ചാനൽ കാണാത്തതുകൊണ്ട് നമ്മുടെ ചാനൽ കയറി നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചായമൻസിയുടെ ഇല എന്ന് പറയുന്നത്. അപ്പം വളരെ വിറ്റമിനും മിനറലും ഒക്കെ അടങ്ങിയ ഒരു നല്ല ഒരു ഇലക്കറിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതില്ലെങ്കിൽ ഇതിൻ്റെ വീട്ടിലൊക്കെ ഇത് നട്ടുപിടിപ്പിക്കാൻ നോക്കണം. അപ്പോൾ തണ്ട് ഒടിച്ച് നടുന്ന ചെടിയാണ്. അപ്പം എന്തായാലും വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഇത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതുപോലെ നമ്മൾ സാധാ തോരൻ അരിയുന്ന പോലെ ഇങ്ങനെ അരിയുക. അപ്പോൾ മരച്ചീര എന്നൊക്കെ പറയും. അപ്പോൾ പല സ്ഥലങ്ങളിൽ പേര് പലതാണ്. അപ്പം പൊതുവേ ചായമൻസി എന്ന് പറയും. അപ്പോൾ ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളമാണ് നമ്മൾ തോരന് വേണ്ടി അരിഞ്ഞെടുത്തേക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിന് വേണ്ടി നമ്മൾ ഇത്രത്തോളം തേങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരുന്ന തേങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ലേശം ഒരു ചെറുതായിട്ട് നമ്മൾ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് ചതച്ചുകൊണ്ട് വരാം. ഇതുപോലെ നന്നായിട്ട് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി പാൻ ചൂടാകുമ്പോൾ നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി കടുക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ കടുക് വറുത്തതിനോട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ആ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു മൂടി വെച്ച് അടച്ച് വെച്ച് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിങ്ങനെ മൂടി വെച്ച് തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ ഇലയ്ക്ക് നന്നായി വാടി വന്നിട്ടുണ്ട്. നമ്മുടെ തോരന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാനൊന്നും പാടില്ല. നമ്മൾ ആവിയിൽ വേണം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തോരൻ ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നോക്കി ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ല തോരനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സ്കിന്നിനും അതുപോലെ കണ്ണിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം വീട്ടിലില്ലാത്തവരാണെങ്കിൽ ഇതെവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുമാണ്. അപ്പം പൊതുവെ ഇലക്കറികളൊക്കെ നമ്മൾ കഴിക്കുന്നത് വളരെ നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇതുവരെ കാണാത്തുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ കയറി നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വരെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.